വൈഫ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ആൻഡ് ഈവൻ ഞാൻ അങ്ങോട്ടും അതെ, വൈഫ് മ്യൂസിക്കാണ്. അപ്പം വൈഫും ഇടയ്ക്ക് ഞാൻ വേറെ എന്തെങ്കിലും, വൈഫ് ഹിന്ദുസ്ഥാനി സിംഗറാണ്. അപ്പോൾ അവളും ഈ പറയുന്ന പോലെ ഞാൻ ജോലി ചെയ്യാം, ടീച്ചിങ് ചെയ്യാം. ഞാനപ്പോൾ പുള്ളിക്കാരി പോയി BEd ഒക്കെ എടുത്തു. പക്ഷേ ഐ ഡിഡ്ന്റ് ലെറ്റ് ഹർ ഡൂ ദാറ്റ്. കാരണം പുള്ളിക്കാരുടെ ഏരിയ അതല്ല. അപ്പോൾ ഞാൻ പറയും, നീ ഇത്ര നാൾ മ്യൂസിക്കാണ് പേഴ്സ്യൂ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്, പിന്നെ ഇപ്പോൾ എന്തിനാണ് ചെയ്യുന്നത്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് മീ. അങ്ങനെയാണെങ്കിൽ അത് വേണ്ട എന്നുള്ളത് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ടീച്ചിങ്ങിന് പോകുമ്പം നിങ്ങൾ അന്ന് ഹിന്ദിയാണെന്ന് തോന്നുന്നു. ഹിന്ദി പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഒത്തിരി ഒച്ച എടുക്കണം, അത് നിങ്ങളുടെ ശബ്ദത്തെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ കരിയറിൽ നിന്ന് ടോട്ടലി മാറിപ്പോവും. ഇനി അഥവാ ടീച്ചിങ് ആണെങ്കിൽ ഇപ്പം ഹിന്ദുസ്ഥാനിയാണ്, അപ്പോൾ അത് പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടി ഇതുണ്ട്. സോ അങ്ങനെ. പക്ഷേ എന്നാലും അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആൻഡ് ഇപ്പം പുള്ളിക്കാരിയും പഠിപ്പിക്കുന്നുണ്ട്, ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ പ്രോഗ്രാംസും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ വിച്ച് ഇസ് നൈസ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷേ എനിക്ക് മൊത്തത്തിൽ അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിരുന്നു. അതായത് ഒരു മെൻ്റൽ സപ്പോർട്ട്, അതല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഇതെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. വി ഹാവ് ടു ഹാൻഡിൽ ഇറ്റ്. ഓൺ എ പേഴ്സണൽ നോട്ട് പറയുകയാണെങ്കിൽ വാട്ട് വുഡ് സക്സസ് ബി ടു യു? ഈ കരിയറിലുള്ള അച്ചീവ്മെൻറ്റ്സ് ആണോ, അതോ വേറെ എന്തെങ്കിലും ഒരു ഡീപ്പർ മീനിങ് ഉണ്ടാവോ സഞ്ജയേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ? സക്സസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഒരു എമൗണ്ട് ഓഫ് ഹാപ്പിനെസ്സും ഒരു കണ്ടെൻമെൻറ്റും ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സക്സസ് മാറ്റേഴ്സ്. കാരണം സക്സസ് കംസ് വിത്ത് എ ലോട്ട് ഓഫ് ഡെവിൽസ്. സക്സസ് ഒറ്റയ്ക്കല്ലേ വരിക. സക്സസ് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് സക്സസ് വരുന്നത്. അപ്പം സക്സസ് ഫെയിലിയർ ഹാൻഡിൽ ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ് സക്സസ് ഹാൻഡിൽ ചെയ്യാൻ. സക്സസ് മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ താഴെ പോകും. അപ്പം ഫെയിലിയർ വരുമ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. സക്സസ് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടതും. അല്ലെങ്കിൽ കാരണം ഇപ്പോൾ ഈ പറയുന്ന നമ്മൾ ഈ സക്സസിൻ്റെ സുഖം അത് മാത്രമല്ല, നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഐ എൻജോയ് മൈ ഫാദർഹുഡ്. ഞാനതൊരു വലിയ സക്സസ് ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. മൈ കിഡ്സ്. അപ്പോൾ അത് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സിൽ 2 അച്ചീവ്മെൻ്റാണ് എൻ്റെ 2 മക്കൾ. സോ അത് വേറൊരു ഹാപ്പിനെസ്സാണ്. അത് ആർക്കും ഒന്നും എടുത്തുകൊണ്ട് പോകാനോ ഒന്നും ബ്രേക്ക് ചെയ്യാനോ പറ്റില്ല. ദാറ്റ്സ് ദെയർ. പിന്നെ ഈ പറയുന്ന സിനിമകളുടെ സക്സസ് ദാറ്റ് ഹാപ്പൻസ്. അത് കഴിയുമ്പോൾ അഗെയിൻ ഒരു വാക്യൂം വരും. വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. അപ്പോൾ അഗെയിൻ നമ്മളൊന്ന് ഇനി എന്ത് ചെയ്യും എന്നുള്ള സംഭവങ്ങൾ വരും. അതൊരു അപ്സ് ആൻഡ് ഡൗൺസ്. അത് പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ അതിൽ മാത്രമായിട്ട് ഇങ്ങനെ പോകുന്ന കാര്യമില്ല. നമ്മുടെ ലേണിംഗ് കണ്ടിന്യൂ ചെയ്ത് പോവുക. ആൻഡ് തിങ്സ് വിൽ ഹാപ്പൻ. നമ്മൾ ഒരു ദിവസം ഇപ്പോൾ സക്സസ്ഫുൾ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിലപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിനാണ് ഞാൻ കൂടുതലും ഇത് ഡൗൺസിനെ വേണമല്ലോ, അല്ല യു ഹാവ് ടു റിസീവ് ദാറ്റ്, ആ ഒരു റിസെപ്റ്റീവ്നെസ് വേണം. അല്ലെങ്കിൽ നമ്മൾ എവിടുന്നാണ് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത്? സക്സസ് മാത്രം കൊണ്ട് നമുക്ക് എക്സ്പീരിയൻസസ് ഉണ്ടാവില്ല. അപ്പം എന്ന് വെച്ചാൽ ഫെയിലിയർ വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഇതിൻ്റെ രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അത് പൊയ്ക്കൊണ്ടിരിക്കും. ആ അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും. അപ്പോൾ എനിക്കത് എപ്പോഴും ഉണ്ടായിട്ടുമുണ്ട്. എനിക്കൊരു സക്സസ് ഉണ്ടാകുമ്പോൾ ഫെയിലിയറും ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്കിവരെ രണ്ടുപേരെയും നന്നായിട്ട് അറിയാം. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ചേട്ടന് ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാനും പറ്റുന്നത്. രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് കാണുന്നുണ്ട്, ഫെയിൽ ആണെങ്കിലും സക്സസ് ആണെങ്കിലും, അല്ലേ? ഡെഫിനറ്റ്ലി ആ ഒരു ഗ്ലോറിഫൈഡ് ലൈഫ് എൻ്റെ തലയിലേക്ക് അങ്ങനെ പോകാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കങ്ങനെ അത് കുറച്ച് നേരം അങ്ങനെ ഒരു സമയം കഴിയാൻ എനിക്ക് അങ്ങനെ അത് പറ്റില്ല. അത് ബിക്കോസ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇപ്പം ഒരുപാട് നമ്മളെ ആൾക്കാർ ഇപ്പം ഇത് നമ്മളെ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതെനിക്ക് ചിലപ്പോൾ അത് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയാതെ. കാരണം നമുക്കത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് പറയാനാണ്? താങ്ക് യു എന്നല്ലാതെ ചിലപ്പോൾ നമുക്കൊരു വാക്ക് നമുക്ക് പറയാനുണ്ടാവില്ല. അപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ 1000 Babies ഉണ്ട്, ഒരുപാട് പേര് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പിന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എൻ്റെ റെസ്പോൺസ് ഭയങ്കര കോൾഡായിപ്പോയോ, ഞാൻ അവരോട് അവരെന്നെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഞാനതിനെ മര്യാദയ്ക്ക് ചെയ്തില്ലേ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് എന്ത് പറയാം, ഇനി ഇതിക്കുള്ളിൽ ഞാൻ എന്ത് പറയണമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അത് നമ്മൾ ഗ്രൗണ്ടഡ് ആവുക എന്നുള്ളത് അതൊന്നൊരു ചോയ്സ് കൊണ്ട് എടുക്കുന്ന ഒന്നുമല്ല. ജസ്റ്റ് ബീയിങ് യുവർ സെൽഫ്. അപ്പം എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റണം. അപ്പം ഏത് സമയത്തും അതിനെ നമ്മളൊരു ഇമേജോ അല്ലെങ്കിൽ സക്സസ്സോ നമ്മളെ ബാധിക്കാതെ കഴിവതും നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇപ്പോൾ അപ്പം നമ്മുടെ ലൈഫ് ഭീകരമായിട്ടുള്ള ചേഞ്ചൊക്കെ വരുമ്പോഴാണ് നമ്മളൊന്ന് പെട്ടുപോവുക, എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷേ അത് ഹാൻഡിൽ ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്.